തെരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായ മുന്നേറ്റം തന്നെ BJP-ക്ക് ഉണ്ടാകും. BJP ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം കേരളത്തിലുണ്ടാവില്ല. നാടിന് നല്ല രീതിയിലുള്ള വികസനവും മറ്റു പരിപാടികളും ഉറപ്പായിട്ടും നരേന്ദ്രമോദി കാണിച്ചു തന്നിട്ടുള്ള വികസനത്തിൻ്റെ മാതൃക നടപ്പിലാക്കും. കഴക്കൂട്ടത്തെ മണ്ഡലത്തിലുള്ളവർക്ക് എന്താണ് വാഗ്ദാനം നൽകുന്നത്? കഴക്കൂട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഇവിടെ വന്നില്ലേ, ഇവിടെ ഈ മാർക്കറ്റ് ഈ അവസ്ഥയിലായിട്ട് കുറേ കാലമായി. ഇവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് കച്ചവടം നടത്താൻ ഒരു എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മാർക്കറ്റ്, മീൻ മാർക്കറ്റ് ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം എത്രയോ കാലമായിട്ടുള്ളതാണ്. അങ്ങനെ ഓരോ പ്രദേശത്തും ഇതുപോലത്തെ പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് ഇവിടുത്തെ ജംഗ്ഷൻ അത് കുറേ കാലമായിട്ട് ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ കാട്ടുപന്നി ശല്യം, കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല, എല്ലാ സ്ഥലത്തും കാട്ടുപന്നിയുടെ ശല്യം. ഇങ്ങനെ ഓരോ പ്രദേശത്തിൻ്റെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതേസമയത്ത് നമ്മുടെ IT സെക്ടറിലൊക്കെയുള്ള ആൾക്കാരുടെ അവർ വരുമാനമുള്ള ആൾക്കാരാണ്. പക്ഷേ ആ വരുമാനം അവിടെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം ഈ നാട്ടിലുള്ള ആളുകൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ധാരാളം തൊഴിലുകൾ അവിടെയുണ്ട്. ആ തൊഴിലുകൾക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് പരിശീലനം കിട്ടുന്നില്ല. അതുകൊണ്ട് ആ തൊഴിൽ അവർക്ക് കിട്ടുന്നില്ല. അപ്പം വികസനത്തിനും അപ്പുറം ജനങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കൃത്യമായ പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ആളായിരിക്കും. ഞാൻ മന്ത്രിയായിരുന്ന 5 വർഷക്കാലം ലോകത്ത് എവിടെയുള്ള ഇന്ത്യക്കാരൻ്റെയും ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു പ്രശ്നം പോലുമില്ല. അതാണ് നരേന്ദ്രമോദി സർക്കാരിന് പറയാനുള്ളത്. അത് 5 വർഷം പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കഴക്കൂട്ടത്തൊരവസരം തന്നു കഴിഞ്ഞാൽ കഴക്കൂട്ടത്തും പ്രാവർത്തികമാക്കും.